സംസ്ഥാനത്ത് തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 4 ജില്ലകളിൽ ഓറഞ്ചും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 15 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന്. നാളെ മുതൽ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സുലേഖ ശശികുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം ഏതൊക്കെ ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്? ആരെന്തായാലും സംസ്ഥാനത്ത് കാലവർഷം ശക്തിയാകുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇന്ന് 4 ജില്ലകളിലാണ് ഇത്തരത്തിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് കൂടി തുടരുന്നൊരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിനൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി, അതിന്റെ സ്വാധീനഫലം കൂടി സംസ്ഥാനത്തെ മഴയെ സ്വാധീനിക്കുന്നുണ്ട്. ആ ചക്രവാത ചുഴി കൂടി കേരളത്തിലെ മഴയെ സ്വാധീനിക്കുന്നുണ്ട് എന്നതുകൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നുകൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ഈ മാസം 15 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കടലിലെ മോശം കാലാവസ്ഥയിൽ ശക്തമായ കാറ്റിനെ തുടർന്നുമാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനം പാടില്ല എന്നുള്ള നിർദ്ദേശം സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്തെ കാലവർഷം കനക്കുന്നു എന്നത് തന്നെയാണ് ആര്യ. ശരി, സുലേഖയാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.